We cordially invite all dealers to attend. See you on July 23rd at 6 p.m. I'm going with you, I know we'll get to the other side. Sinking in, I know this feels right. Catching a crazy love, moving through me like a wildfire, like a wildfire. Golden sunlight. സമയമാണ് ആ തിരക്കിന്റെ ഇടയിലും കൃത്യസമയത്ത് തന്നെ ഞങ്ങൾ ക്ഷണം സ്വീകരിച്ചു വരുത്തിയ ആൻഡ് വൈറ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളതാണ്. നല്ല രസമുണ്ട് കാണാൻ. നടുക്കൊരു ഒരാൾ വൈറ്റ്, ബാക്കി തൊട്ട് ബോഡി ഗാർഡ്സ് ആയിട്ട് ബ്ലാക്കില് 2-3 പേര്. എനിവേ പത്തനംതിട്ടക്കാരൻ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നതാണോ? എന്തെങ്കിലും പിണക്കമല്ലോ ഉണ്ടോ? 2 പേരും 2 എക്സ്ട്രീമിലായിട്ടിരിക്കുന്ന ആളുകൾ. വളരെ ചുരുക്കം സമയം കൊണ്ട് തന്നെ കേരളത്തിലെ തന്നെ മലയാളികളുടെ വളരെയധികം പ്രിയപ്പെട്ട ഒരു ബ്രാൻഡാക്കി നമുക്ക് മാറ്റാൻ ഞങ്ങളെ സഹായിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു സ്പെഷ്യൽ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ ഉഷാറായിട്ട് ഒരു കൈയ്യടിയാണെങ്കിൽ വെൽ ഡൺ. നല്ല എനർജറ്റിക് ആയിട്ട് നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് നമുക്ക് എല്ലാവർക്കും വളരെയധികം പ്രിയപ്പെട്ട ഒരു ദിവസമാണ്. കാരണം ഈ ഒരു ബ്രാൻഡിന്റെ കൂടെ കുറച്ച് സമയം നമ്മൾ ചെലവഴിക്കാൻ പോകണം. അതിന് മുമ്പായിട്ട് ഓണത്തിന്റെ വിശേഷങ്ങളുമൊക്കെ നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളൊക്കെ ഈ പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് ഞങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. സോ എല്ലാവരെയും പത്തനംതിട്ടയിലെയും ആലപ്പുഴയിലെയും ഇടുക്കിയിലെയും ആലപ്പുഴയിലെയും ഒക്കെ വന്ന് നമ്മുടെ ഡീലേഴ്സ് ആൻഡ് ഓൾസോ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആൻഡ് ഓൾസോ വെസ്റ്റേൺ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ സാരഥികൾ ഇവരെ എല്ലാവരും ഇന്നത്തെ ഒരു പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആദ്യത്തെ കടമ്പിലേക്ക് കിടക്കാൻ പോവാണ്. വെസ്റ്റേൺ ഇന്റർനാഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയുടെ ഇടയിൽ വരുന്ന പ്രൊഡക്ട്സ് ആണ് ജീപാസും റോയൽ ഫോർഡും നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഈ ഒരു പ്രൊഡക്ട്സ്. ആ ഒരു കമ്പനിയെ പറ്റി ഒരു ആമുഖം പറഞ്ഞില്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തെ ഒരു പ്രോഗ്രാം അത്ര ഒരു ഉഷാറാവത്തില്ല. സോ അതിനെപ്പറ്റി ഒരു ഫ്യൂ വേർഡ്സ്. 1983 ബഹ്റൈനിൽ വളരെ എളിമയോടെ ആരംഭിച്ച ആ ഒരു സ്ഥാപനം ഇന്ന് 43 വർഷങ്ങൾ പിന്നിടുമ്പോൾ ദുബായിൽ ഹെഡ്ക്വാർട്ടേഴ്സ് ആരംഭിച്ച് 13 പരം രാജ്യങ്ങളിൽ പ്രിയപ്പെട്ട ഇലക്ട്രോണിക്സ് ഗുഡ്സ്, ഹൗസ് ഹോൾഡ് ഗുഡ്സ്, കൺസ്യൂമർ ബ്രാൻഡ്സ്, ട്രാവൽ ആക്സസറീസ്, ഫുഡ്വെയർസ്, അങ്ങനെ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള പല തരത്തിലുള്ള ഇലക്ട്രോണിക്സ് ബ്രാൻഡ്സ് ഈ ഒരു വെസ്റ്റേൺ ഇന്റർനാഷണൽ ഗ്രൂപ്പ് എന്നുള്ള ഈ ഒരു ബിസിനസ് കോൺഗ്ലോമറേറ്റ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥാപനം ആരംഭിച്ചു. ആൻഡ് ഇന്ന് 1.2 ബില്യൺ കസ്റ്റമേഴ്സ്, $5 മില്യൺ ടേൺ ഓവർ ഉള്ള ഒരു വലിയൊരു ബിസിനസ് സാമ്രാജ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. GCC, മിഡിൽ ഈസ്റ്റ്, സൗത്ത് ഏഷ്യ, ആഫ്രിക്ക, അങ്ങനെ യൂറോപ്പിലുമൊക്കെ എത്തി നിൽക്കുന്ന ഈ ഒരു ചൈത്രയാത്ര ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ കേരളത്തിൽ നമ്മൾ ആരംഭിച്ചിട്ട് കുറച്ച് നാളായെങ്കിലേ ഉള്ളെങ്കിലും ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഈ ഒരു ബ്രാൻഡ് കേരളത്തിൽ തന്നെ നമ്മുടെ ഫുഡ്സ് ഇങ്ങനെ മുറുക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദുബായിലെ ഇവരുടെ ബ്രാൻഡ്സ് നമുക്കൊക്കെ വളരെയധികം സുപരിചിതമാണ്. റീറ്റെയിൽ ബ്രാൻഡ്സ് എന്ന് പറയുന്നത് നെസ്റ്റോ, ഡേ ആൻഡ് ഡേ, മാർക്ക് ആൻഡ് സേവ്, കൺസ്യൂമർ ബ്രാൻഡ്സ് ആയ ജീപാസ്, റോയൽ ഫോർഡ്, ക്രിപ്റ്റോൺ, പാക്വെൽ, ബേബി പ്ലസ്, അതെല്ലാം ഈ ഒരു വെസ്റ്റേൺ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ കീഴിൽ വരുന്ന ബ്രാൻഡ് പ്രൊഡക്ട്സ് ആണ്. ഇതൊക്കെ നമ്മൾ പല പരസ്യങ്ങളും ഒക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? ഇനി ഒരു
ഗ്രൂപ്പ് എന്നുള്ള ഒരു വലിയൊരു ബിസിനസ് കോൺഗ്ലോമറേറ്റ് ചെറിയ ഒരു വിവരണം നമുക്ക് സെറ്റിലാണ്. So ladies and gentlemen, boys and girls, let's start our ears and eyes over to the corporate AV on screen. So I can enjoy this is Vessel International Group Corporate Radio. This is Western International Group with a $5 billion business driving global success. A global workforce of over 35,000, driven by passion, purpose, and integrity. Global excellence, 500 million customers, powered by innovation, quality, and people. Home to 30 plus trusted brands across diverse sectors. From electronics and retail to fashion and real estate. ആസ്ഥാനമായി പ്രവർത്തിച്ച് യൂറോപ്പ്, GCC, മിഡിൽ ഈസ്റ്റ്, സൗത്ത് ഏഷ്യ, UK അങ്ങനെ 13ഓളം രാജ്യങ്ങളിൽ പ്രവർത്തന പാരമ്പര്യമായിട്ടുള്ള വെസ്റ്റേൺ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ റോയൽ ഫോർഡും GPASസും നമ്മുടെ കേരളക്കരയിലും ഇതാ എത്തിക്കഴിഞ്ഞു. എത്താൻ പോകുന്ന കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാം അല്ലേ. ഇവിടെ എല്ലാവരും നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുള്ളവരല്ലേ. We all have traveled abroad. പ്രത്യേകിച്ച് കോവിഡ് ഒക്കെ കഴിഞ്ഞ ശേഷം മലയാളികൾക്ക് യാത്ര ചെയ്യാനുള്ള ഒരു ആഗ്രഹം വളരെയധികം കൂടിയിട്ടുണ്ട് അല്ലേ. എത്ര പേര് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട്? ഓക്കെ, ഒരുപാട് കൈകളിലേക്ക് കാണാം. നമ്മളുടെ മലയാളികളിലെ യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മലയാളികളിലെ ഏറ്റവും പ്രിയപ്പെട്ട സഞ്ചാരി എന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരാളുണ്ട്. ആളുടെ പേരെന്താ? എന്താണ്? ഒരാള്? അതെ, ആരാണ് പറഞ്ഞത്? സന്തോഷ് ജോർജ് കുളങ്ങര. അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ ഒരു വാചകം കടമെടുത്തു. തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ പോയിരിക്കേണ്ട ഒരു രാജ്യമുണ്ട്. അത് ഏത് രാജ്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് ഏത് രാജ്യമാണെന്ന് അറിയാമോ? തായ്ലൻഡിൽ പോയിരുന്നാണ് സന്തോഷ് പറഞ്ഞിരിക്കുന്നതാണോ? തായ്ലൻഡിൽ പോകാത്ത മലയാളികളൊന്നും ഇപ്പൊ ഇല്ല. നമുക്ക് അറിയാം, ഇപ്പം ഗോവയിൽ പോകുന്ന പോലെ അല്ല തായ്ലൻഡിൽ പോകുന്നത്. തായ്ലൻഡ് വളരെ മനോഹര രാജ്യം തന്നെയാണ്, സംശയമില്ല. പക്ഷെ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്ന മലയാളികളെ സ്വപ്നങ്ങളിലെ അടുത്ത തട്ടിലേക്ക് നമ്മളെ വീണ്ടും ഉയരങ്ങളിലേക്ക് എത്താൻ പ്രേരിപ്പിക്കുന്ന ഒരു രാജ്യമുണ്ട്. എക്സാക്ട്ലി ദുബായ്. UAE രാജ്യത്തിലെ വളരെ അധികം സമ്പന്നമായ ദുബായ് എമിറേറ്റ്സ് ഒരിക്കലെങ്കിലും മലയാളികൾ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇല്ല, എത്ര പേര് ദുബായിൽ പോയിട്ടുണ്ട്? ദുബായില് വീഡിയോസ് കണ്ടിട്ടുണ്ട്, സിനിമകൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് നമ്മളെല്ലാവരും ദുബായിൽ പോയിട്ടുണ്ട്. ദുബായില് നമ്മൾ പോകുന്നത് എന്ത് കാര്യം ചെയ്തില്ലെങ്കിലും നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി ദുബായില് അവിടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്തിരിക്കും. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ദുബായില് തമാശ നമ്മളോട് പറയാമോ? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ദുബായില് പോകുന്നത്? പ്രത്യേകിച്ച് ഫാമിലിയായിട്ടൊക്കെ പോകുന്നത് ഷോപ്പിംഗ്. എക്സാക്ട്ലി. നമ്മൾ വേറെ ഒന്നും ചെയ്തില്ലേലും ബുർജ് ഖലീഫ കാണും, ഷോപ്പിംഗും ചെയ്യും അല്ലേ. ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഇലക്ട്രോണിക്സ് പ്രൊഡക്ട്സ് അങ്ങനെ പല സമ്മാനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് അയക്കാം അല്ലേ. അപ്പോൾ ഈ ഒരു ബ്രാൻഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ദുബായിൽ പോയപ്പോൾ നെസ്റ്റോയിലും ലുലുവിലും ഡേ ആൻഡ് ഡേയിലും ഒക്കെ പോകുമ്പോൾ GPAS എന്നുള്ള ഈ ഒരു ബ്രാൻഡ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഒരുപാട് വർഷങ്ങളായിട്ട് ദുബായിലുള്ള മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ബ്രാൻഡാണ്. സോ ദുബായിലൊക്കെ നാട്ടിലേക്ക് വരുമ്പോൾ ഇവരുടെയൊക്കെ കയ്യിൽ വലിയൊരു സമ്മാനക്കെട്ടുകളൊക്കെ കാണല്ലേ. അതിൽ ഉറപ്പായിട്ടും GPASന്റെ ഒരു പ്രോഡക്റ്റെങ്കിലും ഉണ്ടാവും. കാരണം എൻ്റെ ഒരുപാട് റിലേറ്റീവ്സ് ഒക്കെ ദുബായിലും മറ്റ് GCC കൺട്രീസിലും ഒക്കെ ഉണ്ട്. എപ്പോൾ നാട്ടിൽ വന്നാലും GPASന്റെ ഒരു പ്രോഡക്റ്റെങ്കിലും അവരുടെ കയ്യിൽ കാണും. സോ GPAS എന്നുള്ള ഈ ഒരു ബ്രാൻഡ് കേരളത്തിലുള്ള മലയാളികൾക്ക് ഒരു അത്ര പുതുമയായിട്ടുള്ള ഒരു ബ്രാൻഡ് ഒന്നുമല്ല. കാരണം നമ്മളുടെയൊക്കെ ചുറ്റുവട്ടത്ത് ഒരു വീടെടുത്താൽ
പോലൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ വെസ്റ്റേൺ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ മറ്റ് പ്രോഡക്ട്സ് നമ്മുടെ കേരളക്കരയിൽ എത്തുമ്പോൾ നമുക്കൊക്കെ സന്തോഷിക്കാമോ, അഭിമാനിക്കാമോ? കാരണം ഇനി ഇതുപോലത്തെ വലിയ വലിയ ഇന്റർനാഷണൽ ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സിന് വേണ്ടിയിട്ട് ദുബായിൽ വരെ ഒന്നും പോകണ്ട, നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ സ്വന്തം നാട്ടിൽ നമ്മുടെ കേരളക്കരയിൽ ഇതാ ലോകോത്തര നിലവാരമുള്ള ജിപാസ് പോലത്തെ ഇലക്ട്രോണിക്സ് ബ്രാൻഡ്സ് ഒക്കെ ഇതാ വന്നു കഴിഞ്ഞു. ഇനി ഈ ഒരു ബ്രാൻഡിനെ ഞങ്ങൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന വലിയൊരു ദൗത്യം നിങ്ങളെ എത്തിച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങളിലൂടെ വേണം കേരളക്കരയെ ആകെ ജിപാസ് അവരുടെ ഏറ്റവും ഫേവറേറ്റ് ബ്രാൻഡ് ആകാൻ വേണ്ടിയിട്ട്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുള്ളവരെ ഒരു നല്ലൊരു കൈയടി പാസ്സാക്കണം. താങ്ക് യു സോ മച്ച്. അങ്ങനെ UK ദുബായിലെ മോസ്റ്റ് ട്രസ്റ്റഡ് ആൻഡ് മോസ്റ്റ് ഫേവറേറ്റ് ഇലക്ട്രോണിക്സ് ബ്രാൻഡ് കേരളത്തിലെ മോസ്റ്റ് ട്രസ്റ്റഡ് ആൻഡ് ഫേവറേറ്റ് ഇലക്ട്രോണിക്സ് ബ്രാൻഡ് ആക്കി മാറ്റും എന്ന പ്രതീക്ഷയോടെ നമ്മളുടെ ആദ്യത്തെ ചടങ്ങിലേക്ക് കടക്കാണ്. Now let's welcome all our dignitaries from Western International Group and also our distributors on stage. വേദിയിലേക്ക് വെസ്റ്റേൺ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ സാരഥികളെ ഓരോരുത്തരെയായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ രണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കൂടി ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. Let's start with Mr. Nivin Panikkar, Senior Vice President of Western International Group. Ladies and gentlemen, നല്ല കൈയടിയോടെ ശ്രീ നിവിനെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Hearty welcome, Nivin. Moving on, let's welcome Mr. Sajid Chero, Head of Manufacturing and Supply Chain, again from Western International Group. അദ്ദേഹത്തിനും നമുക്ക് നിരന്തര ഒരു കൈയടി കൊടുക്കാം. This is Mr. Sajid Chero, Head of Manufacturing and Supply Chain, WIG. Hearty welcome, Sajid. Time to welcome Mr. Sridhar Vishwanathan, Head of Sales and Marketing, again from Western International Group. Hearty welcome, Sridhar. Welcome you up to the stage. Join me, gentlemen. Let's now welcome Mr. Deepu Divakar, Product Manager, Royal Ford. Deepu, hearty welcome. Please join the gentlemen. Let's now welcome Mr. Tom Matthew, Head of GIPL, Kerala. Tom Matthew joining us. Again from the brand, we have Mr. Radish, ASM GIPL, South Kerala. Radish, please join the gentlemen. Alright, so we have the dignitaries from Western International Group. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ള നമ്മളുടെ ഏറ്റവും ശക്തരായിട്ടുള്ള രണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയാണ് സ്വാഗതം ചെയ്യുന്നു. Our first distributor from Alpi and Pathanamthitta Trading Company Mr. Sathiraj. Please join us on stage, sir. നല്ലൊരു കൈയടിയോടെ അദ്ദേഹത്തെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. We'll also be joined by Mr. Sunny Joseph, our Kottayam and Idukki distributor from Neosira. അദ്ദേഹം അല്പസമയത്തിനകം join ചെയ്യുന്നതായിരിക്കും. So let's all give it up. ഒരു നല്ലൊരു കൈയടി കൊടുക്കാം for all these gentlemen. Yes, we have Mr. Sunny Joseph from Neosira. Hearty welcome, sir. He is from Kottayam and Idukki. Thank you so much everyone for joining us today. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഇവരുടെ കൂടെ spend ചെയ്യാം. If you have any questions about GPAS or Royal Ford, we have all these gentlemen from WIG helping you out. So thank you so much everyone. You can please join back the audience. Mr. Nivin and Mr. Sridhar, please stay here. Please join the audience. Alright, so now back to more serious stuff. നമുക്ക് കുറച്ച് കൂടുതൽ GPASനെ പറ്റിയും റോയൽ ഫോർഡിനെ പറ്റിയും വെസ്റ്റേൺ ഇന്റർനാഷണൽ ഗ്രൂപ്പിനെ പറ്റിയും അറിയാം. And we have these fine gentlemen from the brand itself. So the stage is all yours. Thank you. Good evening. First of all, sorry കാരണം ഈ ഇവന്റ് തുടങ്ങാൻ കുറച്ച് ഡിലേ ആയി. നമ്മളൊരു 6 മണിക്ക് തുടങ്ങാമെന്ന് ഉദ്ദേശിച്ചാണ്. പക്ഷേ പല സാഹചര്യം കൊണ്ടും ട്രാവലിലൊക്കെ കുറച്ച് സ്റ്റക്ക് ആയതുകൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് വന്നു. നേരത്തെ വന്നവർക്ക് വളരെയധികം നന്ദി. ഓക്കെ, എൻ്റെ പേര് നിതിൻ പണിക്കർ. ഞാൻ വെസ്റ്റേൺ ഇന്റർനാഷണലിൻ്റെ സീനിയർ വൈസ് പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ 24 വർഷമായിട്ട് കേരളത്തിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്തതിനാണ് പല ബ്രാൻഡുകളായിട്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വെസ്റ്റേൺ ഇന്റർനാഷണലിൻ്റെ ഗ്ലോബൽ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നു. നിങ്ങൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ MC നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു വെസ്റ്റേൺ ഇന്റർനാഷണലിനെ കുറിച്ച്. ഈ പറഞ്ഞ പോലെ GPAS എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് പലരും കേട്ട് കാണും. കാരണം നമ്മുടെ ദുബായിലെ ഒരു ബിസിനസ്സിൻ്റെ ഏകദേശം ഒരു 50% മുകളിൽ മലയാളി കസ്റ്റമേഴ്സാണ്. ഈ പറഞ്ഞ പോലെ അവധിക്ക് വരുന്ന ആൾക്കാർ, അതുകൊണ്ടെങ്കിൽ ദുബായ് വിസിറ്റിന് വരുന്ന, ടൂറിസ്റ്റായിട്ട് വരുന്ന, അങ്ങനെ ഒരു നല്ലൊരു ശതമാനം ആൾക്കാർ പലപ്പോഴും തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഒരു സീസണാണ് ബാക്ക് ടു ഹോം എന്ന് പറയുന്നത്. അതായത് ഈ സമ്മർ സീസൺ വരുമ്പോഴത്തേക്ക് അവധിക്കാലത്ത് നാട്ടിലോട്ട് വരുന്ന, കാരണം ദുബായിൽ അവധി ആ സമയത്താണ് വരുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ഗിഫ്റ്റിങ്ങിനായിട്ട് കൊണ്ടുവരുന്ന ഒരു പ്രോഡക്റ്റാണ് GPAS. അങ്ങനെ നിങ്ങൾ പലരും ചിലപ്പോൾ കേട്ട് കാണും, കണ്ടു കാണും.
പക്ഷെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ കേരളത്തിൽ ഒരു ഡയറക്റ്റ് ലോഞ്ച്, ബ്രാൻഡ് ഡയറക്റ്റായിട്ട് കേരളത്തിൽ ഒരു ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റീസെൻ്റ്ലി ആണ് നമ്മൾ ലോഞ്ച് ചെയ്തത് ഒഫീഷ്യലി. സോഫ്റ്റ് ലോഞ്ച് കഴിഞ്ഞിട്ട് ഒരു ഏകദേശം 4-5 മാസമായി. പക്ഷെ കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ ഒഫീഷ്യലി പ്രസ് മീഡിയ പ്രസ് റിലീസ് നമ്മൾ ഈ ബ്രാൻഡ് ലോഞ്ച് ചെയ്തത്. ഓക്കെ, നിങ്ങളുടെ എല്ലാവരെയും സാധനങ്ങളുണ്ട്, പ്രോഡക്ട്സ് ഇപ്പോൾ അത്യാവശ്യം മാർക്കറ്റിൽ ഇറങ്ങി തുടങ്ങി. അപ്പം ഈ ബ്രാൻഡിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ട്, കാരണം പേര് കേട്ടതാണ് ജീപ്പാസ് അല്ലെങ്കിൽ റോയൽ ഫോർട്ട്, പക്ഷേ ഈ ബ്രാൻഡിന്റെ ഒരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഇപ്പോൾ ഏത് ലെവലാണ് ഈ ബ്രാൻഡ്, എങ്ങനെയാണ് ഇത് വന്നതെന്ന് ക്വിക്കായിട്ട് നമുക്കൊരു ഐഡിയ കിട്ടുക. അതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, ഗോ ടു ദ ഡിസ്കഷൻ. സോ വെസ്റ്റേൺ ഇന്റർനാഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പേരന്റ് കമ്പനിയാണ്. അപ്പം നേരത്തെ ഡീറ്റെയിലായിട്ട് പറഞ്ഞ പോലെ വെസ്റ്റേൺ ഇന്റർനാഷണൽ സ്റ്റാർട്ട് ചെയ്ത് 1983-ലാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു മലയാളി കമ്പനിയാണ്. നമ്മുടെ ചെയർമാൻ വടകരയിൽ നിന്നാണ് ഈ ബഹറിൽ പോയിട്ട് ആദ്യമായിട്ടൊരു ഷോപ്പ് തുടങ്ങിയത്. ഒരു ഗിഫ്റ്റ് പാലസ് എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ് നമ്മുടെ ഇത് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഗിഫ്റ്റ് പാലസ് എന്ന ഒരു പേരിലാണ് ജീപ്പാസ് എന്നൊരു പേര് വന്ന് ഇലക്ട്രോണിക്സ് മീഡിയയിലോട്ട്, ഇലക്ട്രോണിക്സ് സെഗ്മെന്റിലോട്ട് ഇറങ്ങുന്നത് 1983-ൽ. ഇന്ന് ഈ സ്ഥാപനം ഈ 43 വർഷം കഴിഞ്ഞപ്പോൾ ഇന്ന് 35,000-ന് മുകളിൽ എംപ്ലോയീസ്, ഡയറക്റ്റ് എംപ്ലോയീസ് ഈ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും അഭിമാനകര കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ 95% മലയാളികളാണ്. മലയാളികളാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. അത് ദുബായ് ആയിക്കോട്ടെ, ദുബായിൽ GCC കൺട്രീസിൽ അക്രോസ് എല്ലാ GCC കൺട്രീസിലും നമുക്ക് ഓൺ ഓപ്പറേഷനാണ്, ഓൺ ബ്രാൻഡ്സ്. ദുബായ്, സൗദിയിൽ 3 ബ്രാൻഡ്സ് ഉണ്ട്, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ, ഒമാൻ, അതുപോലെ UK. ഇവിടെ എല്ലായിടത്തും നമ്മുടെ ഓൺ ബ്രാഞ്ച് ഓഫീസസ് ആണ്. ബാക്കി എല്ലായിടത്തും നമുക്ക് എക്സ്ക്ലൂസീവ് ഡിസ്ട്രിബ്യൂഷൻ, ആഫ്രിക്കൻ കൺട്രീസ്, CIS കൺട്രീസ്, അങ്ങനെ പലയിടത്തും നമുക്ക് എക്സ്ക്ലൂസീവ് ഡിസ്ട്രിബ്യൂഷൻ ത്രൂ ആണ് ഈ ഓപ്പറേഷൻ നടക്കുന്നത്. ഹെഡ് ക്വാർട്ടർ ദുബായിലാണ്. ഇതാണ് നമ്മുടെ ഓവറോൾ പിക്ചർ. നമ്മുടെ കറന്റ് നമ്മളൊരു 30-ൽ പരം ബ്രാൻഡുകൾ നമുക്ക് ഉണ്ട്. അതിൽ മെയിനായിട്ട് പറയുന്നത് ഇത് നമ്മുടെ റീറ്റെയിൽ സെക്ഷനാണ് ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത്. റീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ഹൈപ്പർ മാർക്കറ്റ്, 150 ഹൈപ്പർ മാർക്കറ്റ്സ് GCC കൺട്രീസിനകത്തുണ്ട്. പല ഫോർമാറ്റ്സിലായിട്ട് ബിഗ് ഹൈപ്പർ മാർക്കറ്റ്സ്, മാർജിൻ ഫ്രീ, അങ്ങനെ ഒരു ഫോർമാറ്റായിട്ട്. കൺസ്യൂമർ ബ്രാൻഡ്സിൽ ജീപ്പാസ് ആണ് നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് ബ്രാൻഡ്. 40 വർഷത്തിന് മുകളിലായിട്ടുള്ള ഒരു ബ്രാൻഡാണ് ജീപ്പാസ്. കഴിഞ്ഞ 8 വർഷമായിട്ട് കൺസിക്യൂട്ടീവ് ആയിട്ട് സൂപ്പർ ബ്രാൻഡ് അവാർഡ് കിട്ടുന്ന ബ്രാൻഡാണ്. സൂപ്പർ ബ്രാൻഡ് കസ്റ്റമേഴ്സ് ചോയ്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ് എന്ന ഒരു അവാർഡ് കണ്ടിന്യൂസ് ആയിട്ട് 8 വർഷമായിട്ട് UAE കിട്ടുന്ന ഒരു 40 വർഷം പഴക്കമുള്ള ബ്രാൻഡാണ് ജീപ്പാസ്. അതുകൂടാതെ തന്നെ ഇലക്ട്രോണിക്സ് ബ്രാൻഡ്സ് നമുക്ക് പലതുമുണ്ട്. പക്ഷേ കേരളത്തിൽ നമ്മൾ ലോഞ്ച് ചെയ്തത് ഇനിഷ്യലി നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് ബ്രാൻഡ് ജീപ്പാസ് ആണ്. ഇലക്ട്രോണിക്സിൽ ലോഞ്ച് ചെയ്തിരുന്നത് ജീപ്പാസ് പറയുമ്പോൾ എല്ലാം ഇലക്ട്രോണിക്സ് ആണ്. നമുക്കറിയാം, 2 സൈഡിലും ഡിസ്പ്ലേ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിൽ ജീപ്പാസിന്റെ ഇലക്ട്രോണിക്സ് ഐറ്റമാണ്. റോയൽ ഫോർട്ട് നമ്മുടെ സെക്കൻഡ് ഫ്ലാഗ്ഷിപ്പ് ബ്രാൻഡ്. സെക്കൻഡ് അല്ല, ഫ്ലാഗ്ഷിപ്പ് ബ്രാൻഡ് ആയിരിക്കും, പക്ഷേ അത് നോൺ ഇലക്ട്രിക്കൽ ഐറ്റംസ് ആണ്. അത് കിച്ചൺ വെയർ, ഹോം വെയർ, കിച്ചൺ യൂട്ടിലിറ്റീസ്, കിച്ചൺ ടൂൾസ്, അങ്ങനെ ഒരു ഡിവിഷനിലെ നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് ബ്രാൻഡ്. റോയൽ ഫോർട്ട് ഇപ്പോൾ 20 വർഷം കഴിയുമ്പോൾ റോയൽ ഫോർട്ട് നമ്മുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ബ്രാൻഡാണ്. മോസ്റ്റ് ട്രസ്റ്റഡ് സൂപ്പർ ബ്രാൻഡാണ് അക്രോസ് GCC ആൻഡ് UK. ഈ 2 ബ്രാൻഡ്സാണ് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓർഗനൈസേഷൻ ഓവറോൾ നോക്കുകയാണെങ്കിൽ 90 കൺട്രീസിലാണ് നമുക്കിപ്പോൾ ഡയറക്റ്റ് സപ്ലൈ നമ്മുടെ പ്രോഡക്ട്സ് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ന് അക്രോസ് വേൾഡിലാണ്. അതിൽ ഒരു 1.2 ബില്യൺ സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് ഉണ്ട്. ഈ ഓവർ 40 ഇയേഴ്സ് പീരീഡിൽ നമുക്ക് ഇത്രയും കസ്റ്റമർ ബേസ് ഉള്ളത്. റവന്യൂ പറയുകയാണെങ്കിൽ $5 billion. അതായത് ഇന്നത്തെ ഇന്ത്യൻ ഒരു 96 രൂപ വെച്ച് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 48,000 കോടി രൂപയുടെ വിറ്റുവരവാണ് ഒരു വർഷത്തിൽ നമ്മുടെ ഇന്നത്തെ കറണ്ട് ഇയറിലെ ഒരു റവന്യൂ ഉണ്ട്. 3 മില്യൺ സ്ക്വയർ ഫീറ്റ് ഓൺ വെയർഹൗസ് ഓപ്പറേഷൻ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ നമ്മളിപ്പോൾ ഈ നമ്മുടെ ജീപ്പാസ് ഇന്ത്യ GIP കേട്ടത് കൺഫ്യൂസ് ആക്കാം. GIP എന്ന് പറഞ്ഞാൽ ജീപ്പാസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത കമ്പനിയാണ്. വെസ്റ്റേൺ ഇന്റർനാഷണൽ സബ്സിഡിയറി. കോയമ്പത്തൂരാണ് വെയർഹൗസ് ഉള്ളത്. കോയമ്പത്തൂർ വെയർഹൗസ് ആൻഡ് മാനുഫാക്ചർ. 35,000-ൽ പരം എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നത്. അതായത് നേരത്തെ പറഞ്ഞാൽ 95% മലയാളികളാണ് വർക്ക് ചെയ്യുന്നത്. സർവീസ് സെന്റേഴ്സ് 140 മോഡൽ സർവീസസ്, ഓൺ സർവീസ് സെന്റേഴ്സ് ഉണ്ട്. ഈവൻ ഇന്ന് കേരളത്തിൽ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് 100ഓളം സർവീസ് സെന്റേഴ്സ് ഉണ്ട് കേരളത്തിൽ. നമ്മൾ ഓൺ സർവീസ് സെന്റർ ഉണ്ട് വടകര, വിച്ച് ഒരു കഴിഞ്ഞ 10-15 വർഷമായിട്ട് നമ്മൾ സർവീസ് സെന്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാരണം ഈ ദുബായിൽ വരുന്ന കസ്റ്റമേഴ്സ് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ അതിന് നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതിന്റെ സർവീസിന് വേണ്ടിയുള്ള ഒരു സർവീസ് സെന്റർ പണ്ട് തൊട്ട് നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് ഓൾ കേരളത്തിൽ 100 ഫ്രാഞ്ചൈസി
സർവീസ് സെന്റേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫ്ലീറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടികൾ, ട്രാൻസ്പോർട്ടേഷൻ വണ്ടികൾ നമ്മളവിടെ എല്ലാം ഡയറക്റ്റാണ്, ഒരു തേർഡ് പാർട്ടി ഏജൻസി വഴിയല്ല, നമ്മൾ ഓൺ വെഹിക്കിൾസ് ആണ് ഇതെല്ലാം യൂസ് ചെയ്യുന്നത് ഫുഡ് ട്രാൻസ്പോർട്ടേഷൻ. ഇതാണ് നമ്മുടെ ഓവറോൾ പിക്ചർ വെസ്റ്റേൺ ഇന്റർനാഷണലിലെ. ഇത് എന്തുകൊണ്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡ് ചിലപ്പോൾ അറിയാതിരിക്കാം, പക്ഷേ ആസ് എൻ ഓർഗനൈസേഷൻ നമ്മൾ എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, എവിടെ നിൽക്കുന്നത്, എന്താണെന്ന് ഒരു ഗ്രാഹ്യം നിങ്ങൾക്ക് അറിയണം. നിങ്ങൾ വിൽക്കുന്ന ഒരു ബ്രാൻഡിന്റെ ഒരു എന്താ ബ്രാൻഡെന്ന് അറിയണമല്ലോ, അല്ലാതെ ഒരു കാരണം മാർക്കറ്റ് ഓപ്പൺ ആണ്, പല ബ്രാൻഡുകൾ വരുന്നത്, പല ബ്രാൻഡുകൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിൽക്കുന്ന ബ്രാൻഡിന് ഒരു വിശ്വാസം വരുന്നുണ്ട്, ഫസ്റ്റ് എന്താണ് ബ്രാൻഡ്, അതുകൊണ്ടാണ് ഒരു ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങളൊരു ഇത് തരുന്നത്. പ്ലീസ് നെക്സ്റ്റ്. ഇത് നമ്മുടെ ഗ്ലോബൽ പ്രസൻസ് എവിടെയൊക്കെയാണ് നമുക്ക് ഓഫീസസ് ഉള്ളത്, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ആണ്. ഡയറക്റ്റ് ഓഫീസ് ഈ ഒരു മാപ്പിൽ നമുക്ക് ഏകദേശം അറിയാം. ഇത്രയും സ്ഥലങ്ങളിലാണ് നമ്മുടെ ഇൻഡയറക്റ്റ് പ്രസൻസ് ഉള്ളത്, നമ്മുടെ ഡയറക്റ്റ് പ്രസൻസ് ഉള്ള കൺട്രീസ്. നെക്സ്റ്റ്. ഇനി പോർട്ട്ഫോളിയോ പറയാനാണെങ്കിൽ ഇത് നമ്മുടെ UAE പോർട്ട്ഫോളിയോ ആണ്. UAE പോർട്ട്ഫോളിയോ എന്ന് വെച്ചാൽ GPAS എടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇത്രയും പോർട്ട്ഫോളിയോ, അതായത് ഇലക്ട്രോണിക്സിനകത്ത് എല്ലാ സെഗ്മെന്റിലും നമ്മൾ അവൈലബിൾ ആണ്. സ്മോൾ അപ്ലയൻസ് ആയിക്കോട്ടെ, സ്മോൾ ഡൊമസ്റ്റിക് അപ്ലയൻസ് ആയിക്കോട്ടെ, ലാർജ് ഡൊമസ്റ്റിക് അപ്ലയൻസ് ആയിക്കോട്ടെ, ലൈഫ് സ്റ്റൈൽ പ്രോഡക്ട്സ് ആയിക്കോട്ടെ, അതുപോലെ ടൂൾസ്, ആക്സസറീസ്, സാനിറ്ററി, അങ്ങനെ വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇലക്ട്രോണിക്സ്, അത് ഇലക്ട്രിക്കൽ ആയിട്ട് എന്ത് ഐറ്റംസ് ചോദിച്ചാലും നമ്മുടെ അവൈലബിൾ ആണ്. കേരളത്തിൽ ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്ന നമ്മുടെ സ്മോൾ ഡൊമസ്റ്റിക് അപ്ലയൻസസ് ആണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതും ഇന്ത്യൻ BI സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഓൾറെഡി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിനുപരി ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടുള്ള BA സർട്ടിഫിക്കേഷനും ISI സർട്ടിഫിക്കേഷനും അങ്ങനെ എല്ലാം കഴിഞ്ഞു സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് കോയമ്പത്തൂർ മാനുഫാക്ചറിങ് ചെയ്തിട്ടാണ് നമുക്ക് ലോഞ്ച് ചെയ്യുന്നത്. ഫസ്റ്റ് ഫേസിലാണ് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്ന അത്യാവശ്യം മോഡൽസുകൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, പക്ഷേ കുറച്ച് മോഡൽസ് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ പോർട്ട്ഫോളിയോ ഇപ്പോൾ ഇതിനകത്ത് കാണാത്ത കുറേ പ്രോഡക്ട്സ് വരുന്നുണ്ട്. ടോർച്ചസ്, നമ്മുടെ ഏറ്റവും സ്ട്രോങ് ഇതാണ് ടോർച്ചസ്, ലൈറ്റിംഗ് ഐറ്റംസ്, ഫാൻസ്, അതുപോലെ റോബോ ബാക്കിംഗ് ക്ലീനേഴ്സ്, അങ്ങനെ പല ഇൻഫ്ര ഓൾറെഡി നമ്മൾ ലോഞ്ച് ചെയ്തു, ഇൻഡക്ഷൻ കുക്കേഴ്സ്, അങ്ങനെ ഒരു റേഞ്ചിലാണ് ഇപ്പം നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പല ഈ ദുബായിൽ അവൈലബിൾ അല്ലെങ്കിൽ നമ്മുടെ ഗ്ലോബൽ ലെവലിൽ അവൈലബിൾ ആയിട്ടുള്ള 1200-1200 മോഡൽസ് ഉണ്ട്. അത് സ്ലോ ഫേസസ് ആയിട്ട് നമ്മൾ കേരളത്തിൽ, അതായത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കും. ഇത് റോയൽ ഫോർഡിന്റെ പോർട്ട്ഫോളിയോ. റോയൽ ഫോർഡ് എന്ന് പറയുന്നത് നോൺ ഇലക്ട്രിക്കൽ ഐറ്റംസ് അല്ല, അതിനകത്ത് മെയിനായിട്ട് വരുന്ന കുക്ക്വെയർ, ബേക്ക്വെയർ, കിച്ചൺ ടൂൾസ്, ടേബിൾ വെയർ, ഫുഡ് സ്റ്റോറേജ്, ക്ലീനിങ്. അതിനകത്ത് ഈ പറഞ്ഞ പോലെ 3000-ൽ പരം ആർട്ടിക്കിൾസ് നമുക്ക് റോയൽ ഫോർഡ് കൊടുക്കും. അതിൽ സെലക്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിന് പറ്റുന്ന രീതിയിലുള്ള ഒരു സെഗ്മെന്റ്, ഒരു പ്രൈസ് കോമ്പറ്റീവ്നെസ് ഉള്ള കുറച്ച് സെഗ്മെന്റ്സ്, അതുപോലെ കുറച്ച് നിഷ് പ്രോഡക്ട്സ് ആയിട്ട് ഫോർജ് അലൂമിനിയം നിഷ് പ്രോഡക്ട്സ് ആയിട്ടുള്ള കുറച്ച് പ്രീമിയം റേഞ്ചസ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഇന്ത്യയിൽ അവൈലബിൾ ഉണ്ട്. ഡിസ്പ്ലേ കണ്ടാൽ പല ബ്രാൻഡ്സിനകത്തും ആ ഒരു ടച്ച് ആൻഡ് ഫീൽ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ അവൈലബിൾ അല്ലാത്ത കുറച്ച് പ്രോഡക്ട്സ് ഇപ്പൊ നമ്മൾ തലത്തിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതും ഒരു ക്ലോസ് ടു 250 ഐറ്റംസ് 300 ഒരു ആർട്ടിക്കിളെ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ ബാസ്കറ്റിനകത്ത് ഇനി ഇരിപ്പുണ്ട് 1200 പ്രോഡക്ട്സ് നമ്മൾ ഇരിപ്പുണ്ട്. അതിനകത്ത് നമ്മുടെ ഇമ്പോർട്ട് ചെയ്യുന്ന ഐറ്റംസ് ഉണ്ട്, ലോക്കൽ മാനുഫാക്ചർ, ഇന്ത്യൻ മാനുഫാക്ചർ ഐറ്റംസ് ഉണ്ട്. അങ്ങനെ ഒരു ബഞ്ച് ഓഫ് ഐറ്റംസ് ആണ് ഇപ്പോൾ റോയൽ ഫോർഡ് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ബ്രാഞ്ച് ഓഫീസ് പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം വേണം നമ്മുടെ ബ്രാഞ്ച് ഓഫീസ് ഉള്ളത്. കോയമ്പത്തൂർ നമ്മുടെ വെയർഹൗസ് കം ഫാക്ടറി ഓപ്പറേഷൻ ഉണ്ട്. വടകര ഓൾറെഡി നമുക്കൊരു ഓഫീസ് ഉണ്ട്, അത് വർഷങ്ങളായിട്ടുള്ളതാണ്. BPO സെന്റർ ഉണ്ട്, ബിസിനസ് പ്രോസസ് ഓഫീസ് ഉണ്ട്. നമ്മുടെ ദുബായിലുള്ള ഇമ്പോർട്ട് എക്സ്പോർട്ട് കാര്യങ്ങൾ നോക്കാനായിട്ട് മുമ്പേ ഒരു ഓഫീസ് ഉണ്ട്. നമ്മുടെ IT ഹബ്ബ് ബാങ്കുകളാണ്. നമ്മൾ ആസ് എ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ബ്രാൻഡായിട്ട് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ WH വെസ്റ്റേൺ ഇന്റർനാഷണൽ ഓപ്പറേഷൻ കേരളത്തിലുണ്ട്. പല രീതികളിലായിട്ട് നമ്മുടെ കംപ്ലീറ്റ് IT ബാക്കപ്പും IT ഇതിൻ്റെ എല്ലാം ബാങ്കുകളുണ്ട്. ബോംബെ ഓഫീസ് ഉണ്ട്. ഇപ്പോഴാണ് നമ്മളൊരു കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ബ്രാൻഡായിട്ട് ട്രേഡിലോട്ട് നേരിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതാണ് ഓവറോൾ ഒരു ഇതിൻ്റെ ഇത്. ഈ ഓണത്തിന് നമ്മൾ ഒരു ചെറിയ ബെഞ്ച് മാർക്ക് വെച്ചിട്ടുള്ള 100 കോടി ചെയ്യാമെന്നുള്ളത്. അത് ഒരു ചെറിയ ബെഞ്ച് മാർക്കാണ്. പക്ഷേ വേ ഫോർവേഡ് ഇതൊരു സസ്റ്റൈനബിൾ റിലയബിൾ ബ്രാൻഡായിട്ട് അക്രോസ് എല്ലാ കാറ്റഗറിയിലും വളർത്തി കൊണ്ടുവരിക. അതായത് നമ്മുടെ ഒരു എന്താ പറയണ്ടത്, ഒരു വിശ്വാസം അല്ലെങ്കിൽ നമുക്ക് തരേണ്ട കമ്മിറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് റിലയബിൾ പ്രോഡക്റ്റ് കൊടുക്കുക. കോമ്പറ്റീറ്റീവ്സിൽ ചാനലിന് നല്ല മാർജിൻ ഏൺ ചെയ്യാൻ പറ്റുക. ഓക്കെ, കാരണം കസ്റ്റമറും ചാനലും ഹാപ്പി ആവാതെ ഒരു ബ്രാൻഡ് ഇന്ന് കാര്യത്തിൽ സക്സസ് ആകില്ല, ഇന്ത്യയിൽ സക്സസ് ആകില്ല. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റോടെയാണ് നമ്മൾ പ്രോഡക്റ്റ് കൊടുക്കുന്നത്. ആ ഒരു ഉദ്ദേശത്തോടെയാണ് എല്ലാ ആർട്ടിക്കിൾസും, ഓരോ ആർട്ടിക്കിൾസ് സെലക്ഷനും എല്ലാ കാര്യങ്ങളും ഇറക്കിയിരിക്കുന്നത്. നെക്സ്റ്റ് GIPL. GIPL കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മിസ്റ്റർ ശ്രീധർ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക്
പ്രസിഡന്റ്. നമസ്കാരം. താങ്ക്സ് നിവിൻ, താങ്ക്സ് നതാഷ. ഇതിൽ നമ്മളൊരു ഇപ്പോൾ നിവിൻ ഏകദേശം നമ്മുടെ അടുത്ത് ഒരു ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടി അല്ലേ? ഫ്രം വേർ വി സ്റ്റാർട്ട്, എവിടുന്ന് നമ്മൾ തുടങ്ങി, എവിടെ എപ്പോൾ നമ്മൾ നിൽക്കണം, ഇനി ഇവിടുന്ന് എപ്പോഴാണ്, അതാണ് അടുത്ത്. ഈ അതിനിടയ്ക്ക് ഒരു ചെറിയൊരു പോയിന്റുകൾ പറയണമെന്ന് വെച്ചാൽ നമ്മുടെ ഓർഗനൈസേഷൻ ഈ 40 വർഷത്തിലേക്ക് 41 നമ്മൾ വളർന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ മാസം അല്ലെങ്കിൽ ഓരോ കൊല്ലം ഒരു മിഷൻ ഉണ്ടാവും, ഒരു വിഷൻ ഉണ്ടാവും. ഈ കൊല്ലം നമ്മൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ചെയർമാൻ്റെ എപ്പോഴും ഒരു ഇത് പറയാം, എപ്പോഴും ഒരു പോയിന്റ് അങ്ങനെ പറയുന്നത് വെച്ചാൽ വാട്ട് ഇസ് ന്യൂ. ഞങ്ങളുടെ എപ്പോഴും ചോദിക്കുക എന്താ പുതിയതായിട്ട് എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പുതിയതായിട്ട് വരുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് മാനേജ്മെന്റ്, ഇപ്പൊ മിസ്റ്റർ നിവിൻ പറഞ്ഞ പോലെ ഓരോ തവണയും മിസ്റ്റർ ഷാജിത്ത് നമ്മളൊപ്പം ഉണ്ട്. പുള്ളിയാണ് നമ്മുടെ പ്രൊക്യൂർമെന്റ് മാനുഫാക്ചറിംഗ് ഹെഡാണ്. പുള്ളി ബേസ് ഓഫ് ചൈനയാണ്. അവിടുത്തെ ടീമുകൾ 300ഓളം പേര് അവിടെ നിന്ന് വർക്ക് ചെയ്തിട്ട് നമുക്ക് ഡെയിലി പുതിയ പുതിയ പ്രോഡക്ട്സിന്റെ എന്താ പറയുക പ്ലാൻസ് നമുക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പറ്റുമോ, ഇതെങ്ങനെയാണ്. അപ്പോൾ ഗ്ലോബലായിട്ട് എവിടെയൊക്കെ എന്തൊക്കെ പ്രോഡക്ട്സ് ഉണ്ടോ അത് നമ്മുടെ കയ്യിൽ സാധ്യത കാണാത്ത ഒരു പ്രോഡക്റ്റ് എനിക്ക് തോന്നുന്നു, ഞങ്ങൾക്ക് ഇലക്ട്രോണിക് വേൾഡിൽ ഉണ്ടാവും തോന്നുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞ പ്രോഡക്ട്സ് പുതിയതായിട്ട് വരും. പിന്നെന്താ, വാട്ട് ഇസ് നെക്സ്റ്റ്? പുതിയ മാർക്കറ്റ്സ് ക്രിയേറ്റ് ചെയ്യണം നമുക്ക്. ഈ പുതിയ മാർക്കറ്റ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ഇപ്പൊ പറഞ്ഞ പോലെ 13 കൺട്രീസ് ഡയറക്റ്റ് ഓപ്പറേഷൻ ഉണ്ട്. 90ഓളം കൺട്രീസ് നമ്മൾ ഓൾറെഡി അവൈലബിൾ ആണ്. ഈ CIS കൺട്രീസ് ഒക്കെ പറയുന്നത് അസർബൈജാൻ, അർമേനിയ, ആ ഭാഗങ്ങളൊക്കെ വി ആർ ഓൾറെഡി ദേർ. ആഫ്രിക്ക മുഴുവൻ നമ്മളുണ്ട്. UK വീണ്ടും നീ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം. അതിനിടയ്ക്ക് നമ്മളൊരു എന്താ പറയാ എപ്പോഴും ഒരു കൺട്രി അല്ല, നമ്മൾ വി ബിലോങ് ടു വൺ കൺട്രി, നമുക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. അപ്പൊ ഞങ്ങൾ എടുത്തൊരു തീരുമാനം 2026 നമ്മൾ ഇന്ത്യ കൊടിവെക്കും. അതാണ് ഒരു തീരുമാനം. അങ്ങനെ ആ ഒരു പ്ലാന്റ് ഞങ്ങൾ സോഫ്റ്റ് ലോഞ്ച് ചെയ്തു. ഈ കൊല്ലത്ത് ഞങ്ങളുടെ പ്ലാൻ എന്ന് വെച്ചാൽ ഇന്ത്യയിൽ തുടങ്ങുക. ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഹാരാജ്യമാണ് അല്ലേ? അപ്പൊ ഈ പോപ്പുലേഷനെ നമ്മൾ കേറ്റർ ചെയ്യണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം. അപ്പൊ അതുകൊണ്ട് ഒരു കൊല്ലം, അടുത്ത 1-2 കൊല്ലം അല്ലെങ്കിൽ 2-3 കൊല്ലത്തിനുള്ളിൽ നമ്മൾ ഇന്ത്യയിൽ എങ്ങനെ വളരാൻ പോകും, എങ്ങനെ നമ്മുടെ ബ്രാൻഡ് എത്തിക്കാൻ പോകും. കേരളത്തിലെ ആൾക്കാർക്ക് അല്ലെങ്കിൽ അവർക്ക് നമുക്ക് എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടാവും ജീപ്പാസ് എന്താണ്. അപ്പൊ ഒരു എന്താ പറയുക, ഒരു മേജർ പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ ഓഫ് ഇന്ത്യയിൽ കുറെ പേര് UKയിലും US-ലും മറ്റേ GCC-ലും ഉണ്ട്. അവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്കൊക്കെ പരിചയം പോലെ ജീപ്പാസോ അല്ലെങ്കിൽ റോയൽ ഫുഡ് അവർക്ക് അറിയാൻ പറ്റും. പക്ഷെ ഇത് നമുക്ക് ഒരു ഓവറോൾ പോപ്പുലേഷൻ സ്പ്രെഡ് ചെയ്യണമെങ്കിൽ വിതൗട്ട് ഡയറക്റ്റ് ആയിട്ട് കമ്പനി തന്നെ വരണം. അല്ലെങ്കിൽ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യാം, ബാക്കിയുള്ള കൺട്രീസ് ചെയ്യണമല്ലോ. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് നമ്മുടെ ഡയറക്റ്റ് കൺസ്യൂമേഴ്സിനെ നമ്മൾ പതുക്കെ ഫേസസ് ആയിട്ട് നമുക്ക് ഈ കമ്പനിയെ എക്സ്പാൻഡ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ GIPയുടെ ഒരു ഇത് വന്ന് GIP എന്ന് പറഞ്ഞാൽ ജീപ്പാസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് നമ്മൾ ലോഞ്ച് ചെയ്തു. ടീമിനെ സെറ്റ് ചെയ്തു. ഓരോ ഫേസസ് ആയിട്ട് ഫസ്റ്റ് ഫേസിൽ ഞങ്ങൾ 50 ആർട്ടിക്കിൾസ് അല്ലെ, 50 ആർട്ടിക്കിൾസ് ഉണ്ട്. ഞങ്ങൾക്ക് വേണമെങ്കിൽ 1300 ആർട്ടിക്കിൾസ് ജീപ്പാസിനെ 3000 ആർട്ടിക്കിൾസ് ഒറ്റയടിക്കുന്നതുണ്ട്. പക്ഷെ നമ്മൾ എന്താ ചെയ്താൽ മാർക്കറ്റ് സ്റ്റഡി ചെയ്തു നമുക്ക് എങ്ങനെയൊക്കെ അഡീഷണൽ ആയിട്ട് കൊടുക്കാൻ പറ്റും. 3 പ്രോസസ്സാണ് നമ്മൾക്ക്. എനിക്ക് തോന്നുന്നത് 10-25 കൊല്ലമുള്ള ടീമിലെ ആൾക്കാർക്ക് ചെയർമാൻ പറയാതെ 3 കാര്യങ്ങളാണ് നമുക്കൊരു ഈ ബ്രാൻഡിനെ വളർത്തുന്നത്. ഒന്ന്, ഓക്കെ, 3 കാര്യങ്ങൾ. പോയിന്റ് നമ്പർ 1, നമ്മൾ വി ഷുഡ് ബി ബെസ്റ്റ് ക്വാളിറ്റി പ്രോമിസ് 100%. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു സെഗ്മെന്റ് നമുക്ക് വേണ്ട. രണ്ടാമത്തത് അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ യു ഷുഡ് ഹാവ് ദ റേഞ്ച്. 5 പീസ് 5 മോഡൽ 10 മോഡൽ കൊണ്ടുപോയിട്ട് അതുകൊണ്ടാണ് 3000 റോയൽ ഫുഡിലും 1700ഓളം ആർട്ടിക്കിൾസ് ജീപ്പാസ് ഉണ്ടാകുന്നത്. ആസ് വി സ്പീക്ക് അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് പുതിയ ടെക്നോളജീസ് വരും, പുതിയ പ്രൊഡക്ട്സ് വരും, അതിങ്ങനെ ടേൺ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത് വി ഷുഡ് വലിയ ജാട പാടില്ല. വി ആർ ദ പ്രീമിയം, അതൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് കൺസ്യൂമറാണ് വലുത്. അവർക്ക് അഫോർഡബിൾ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റണം. അഫോർഡബിൾ എന്ന് പറയുന്നത് ആ ലെവലിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം ഒരു പ്രീമിയംനെസ്, ബട്ട് അഫോർഡബിൾ ആൻഡ് കൺസ്യൂമർ
കൺസ്യൂമറിന് അത് നല്ലൊരു വാല്യൂ ഫോർ മണിയാണ്. ഈ 3 കാര്യങ്ങളുടെ ബേസിസിലാണ് എൻറ്റയർ ഓർഗനൈസേഷനിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത്. എവറി പ്രോഡക്റ്റ് സെഗ്മെന്റ് നിങ്ങൾ കണ്ടുവരു 30ഓളം ബ്രാൻഡിലെ എല്ലാത്തിനും തിയറി ഒന്നാണ്. ഇതാണ് 3 പ്രിൻസിപ്പിൾസ് ഓഫ് അവർ ഓർഗനൈസേഷൻ. അപ്പൊ അതുകൊണ്ട് ഇത് ധൈര്യമായിട്ട് ഞങ്ങൾക്ക് ചെയ്തേ പറ്റൂ. ബിക്കോസ് ഞങ്ങളത് പ്രോമിസ് ചെയ്തിട്ടാണ് നമ്മൾ കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും പറഞ്ഞത്. സോ ദാറ്റ് ഇസ് ദ അനദർ തിങ്. അപ്പൊ അതുകൊണ്ട് നിവിൻ പറഞ്ഞിട്ട് കുറച്ചൊന്നും ഉള്ളിലേക്ക് കയറിയതെന്ന് വെച്ചാൽ ബേസിക് ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ പ്രോമിസ് ഇതാണ്. ആ പ്രോമിസ് ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ചെയ്യാനാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ടാണ് ഒരു കമ്പനി ഓർഗനൈസേഷൻ ഫീൽ ചെയ്തത്. കഴിഞ്ഞ 4 മാസം നമ്മൾ ഇവിടെ വരെ എത്തി. മിസ്റ്റർ നിവിൻ പറഞ്ഞ പോലെ ചെറിയൊരു സ്വപ്നമുണ്ട് അല്ലെ, നമ്മളൊക്കെ എല്ലാവരും ഇൻവെസ്റ്റ്മെന്റ് എല്ലാവരും ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഒരു ബെഞ്ച് മാർക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതാണ് വിചാരിച്ച 100 കോടി ചെയ്യണം. ഈ 100 കോടി ചെയ്യാൻ പറ്റുമോ എന്നെക്കാട്ടും കൂടുതൽ പറഞ്ഞത് നിങ്ങളാണ് അല്ലെ. ഞങ്ങളെല്ലാവരും ഒരു വിശ്വാസത്തോട് കൂടിയാണ് നമുക്ക് ഇന്ത്യയിലേക്ക് വന്നേക്കുന്നത്. മിസ്റ്റർ നിവിൻ പറഞ്ഞു ഞങ്ങളൊക്കെ ഇവിടുന്ന് തന്നെ പണിയെടുത്ത് കഴിഞ്ഞ 20-25 വർഷം ഞങ്ങളെല്ലാവരും വർക്ക് ചെയ്തിരുന്ന ആൾക്കാരാണ്. അപ്പൊ അത് ആദ്യമായിട്ട് ഒരു ഗേറ്റ് വേ കേരള എന്താണെന്ന് വെച്ചാൽ ചെയർമാൻ്റെ നാടാണ്, ഞങ്ങളുടെയൊക്കെ നാടാണ്, ഞങ്ങളൊക്കെ വളർന്ന സ്ഥലം, ഞങ്ങളൊക്കെ വളർത്തിയുള്ള ആൾക്കാരാണ്. ഞങ്ങളൊക്കെ ട്രെയിനിലൂടെ വളർന്നേക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ആദ്യം ഞങ്ങൾക്ക് ധൈര്യം കിട്ടിയത് വാസ്കോഡ ഗാമ അതിനെ കേരളം. പക്ഷെ അങ്ങനെ തെറ്റി വന്നത് ഞങ്ങൾ തെറ്റി വന്നതല്ല, ഞങ്ങൾ ഡയറക്റ്റായിട്ട് വന്നത് കേരളം മതി ആദ്യം. അങ്ങനെ കേരളത്തിലൂടെ കയറിയിട്ട് GIP എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ ആ ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 100 കോടി, 250 കോടി, 500 കോടി. 2029 ഞങ്ങളൊരു 500 കോടിയുടെ കമ്പനിയാണ്. അതിന് വേണ്ടത് എന്തൊക്കെയാണ്? ആദ്യമേ വേണ്ടത് നിങ്ങളെ പോലത്തെ ആൾക്കാർ. രണ്ടാമത് വേണ്ടത് നിങ്ങളിലൂടെ ഞങ്ങളെ കാണുന്ന കൺസ്യൂമേഴ്സ്. 3 നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്ന നല്ല നല്ല ക്വാളിറ്റി ഇന്റർനാഷണൽ പ്രോഡക്ട്സ്. 4 നല്ല അഫോർഡബിൾ ആയിട്ട് പ്രൈസസ് തരിക, അഫോർഡബിൾ ആയിട്ട് കൺസ്യൂമറിന് വാല്യൂ ഫോർ മണി പ്രോഡക്ട്സ് ആക്കുക. 5 നിങ്ങൾ ഞങ്ങളൊപ്പം നിൽക്കുമ്പോൾ നിങ്ങൾക്കും ഉണ്ടാകും. നിങ്ങളൊരു ബിസിനസ് ഓടിക്കുകയല്ല, അതുപോലെ നിങ്ങൾക്ക് ഒരു ഏർണിംഗ് കിട്ടണം. യു ഷുഡ് ഗെറ്റ് ഗുഡ് മാർജിൻസ്. അപ്പൊ ഇത്രയും കാലം പ്രോമിസ് ചെയ്തിട്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ 500 കോടി എത്തിക്കാനുള്ള പ്ലാനാണ് അടുത്ത 4 കൊല്ലത്തിൽ. ഓക്കെ, അടുത്ത 3 കൊല്ലത്തിൽ. ഇത് നമ്മൾ 50 ആർട്ടിക്കിൾ തുടങ്ങി. നമ്മളിപ്പോൾ 150 ആർട്ടിക്കിളിലേക്ക് കയറും. ഇപ്പൊ 50 നമ്മൾ 150ലേക്ക് കയറും. ബൈ 2029 ഞങ്ങൾ അപ്പോഴും ഞങ്ങൾ പറഞ്ഞു 250 ആർട്ടിക്കിളേ പറയുന്നുള്ളൂ. അപ്പോഴും നമ്മൾ 1000-1200 ഞങ്ങൾ പറയുന്നില്ല. ബിക്കോസ് ആ 3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാകുന്നില്ല. കമ്പനിയുടെ പില്ലേഴ്സ് ഉണ്ട്. ആ 3 കാര്യങ്ങൾ വച്ചിട്ടേ ഞങ്ങൾക്ക് ഇത് കൂട്ടാൻ പറ്റും. വെറുതെ കൂട്ടാം. മിസ്റ്റർ സാജിദിനടുത്ത് ഞങ്ങൾ പ്ലാൻ ചെയ്ത് പറയാണ് ഇത്രയും ക്വാണ്ടിറ്റി വേണമെന്ന് അവിടുന്ന് വരും. പക്ഷെ ഞങ്ങൾക്ക് എപ്പോഴും ആ 3 കാര്യങ്ങൾ കൺസ്യൂമറിന് നമുക്ക് പ്രോമിസ് ഉണ്ട്. അത് പ്ലാൻ ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മൾ പറയുന്നത് ഈ 250 ആർട്ടിക്കിൾസ് ഞങ്ങൾ 2029 കൊണ്ടുവരണം. അതുപോലെ തന്നെ റോയൽ ഫോർട്ട് സെയിം പ്രിൻസിപ്പിളിന് പോവുകയാണെങ്കിൽ ഇന്ന് 260 ആർട്ടിക്കിൾസ് ഉണ്ട്. അതെങ്ങനെ 500 ആർട്ടിക്കിൾസിലേക്ക് കൊണ്ടുപോകണം. ഈ ഒരു പ്രോമിസിനാണ് നമ്മൾ പോകണം. അത് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ് ഇന്നിപ്പോ എവിടെയല്ല, കേരളം മാത്രമേ ഉള്ളൂ. വിത്തിൻ നെക്സ്റ്റ് ഇയർ ഈ ഒരു പടം ഞങ്ങൾ വിത്തിൻ നെക്സ്റ്റ് 3 ഇയേഴ്സ് ഈ ഒരു പടം വരും. ഇതെന്തുകൊണ്ട് ഇവിടെ പടങ്ങളൊന്നും ഞങ്ങൾ ചെയ്യാത്ത അടുത്ത 3 വർഷം ക്വസ്റ്റ്യൻസ് ആണ്. എന്തുകൊണ്ട് ഒള്ളി സൗത്ത് കേരള, സൗത്ത് ഇന്ത്യ? കാരണം എന്താ വെച്ചാൽ അഗെയിൻ 3 പ്രിൻസിപ്പിൾ നമ്മൾ അഫോർഡബിൾ ആയിട്ട് എത്താൻ പറ്റും. എല്ലായിടത്തേക്കും ഡയറക്റ്റ് ആയിട്ട് പോകാൻ പറ്റും. ബിക്കോസ് ഈ ഒരു ബാക്കിയുള്ള ഇന്ത്യ ഇസ് എ ബിഗ് കൺട്രി. പല റീജൻസിന് പല ഹാബിറ്റ്സ് ഉണ്ട്, പല റിക്വയർമെന്റ്സ് ഉണ്ട്. അപ്പൊ റിക്വയർമെന്റ്സ് മനസ്സിലാക്കി മാത്രമേ ഞങ്ങൾ എക്സ്പാൻഷൻ നടത്തൂ. ഇത് ബേസിക്കലി നമ്മുടെ ഇവിടുത്തെ പോർട്ട്ഫോളിയോ ആണ്. നമ്മുടെ ഇവിടുത്തെ ഈ 50 ആർട്ടിക്കിൾസിന്റെ പോർട്ട്ഫോളിയോ ആണ് ഞങ്ങൾ ഇവിടെ കാണിച്ചേക്കുന്നത്. കിച്ചൺ ഐറ്റംസ് ഉണ്ട്, ഹോമിലുണ്ട്, ലൈറ്റിംഗ് ഉണ്ട്, എന്റർടൈൻമെന്റ് ഉണ്ട്, പേഴ്സണൽ കെയർ ഉണ്ട്. അതിൽ ചില ആർട്ടിക്കിൾസ് ഞങ്ങൾ ഇവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. കുറേയൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത് പരിചയമുണ്ടാവും. എല്ലാം നമുക്ക് ഡെയിലി യൂസിനുള്ള കാര്യമാണ്. ഒരു പോയിന്റ് കൂടി ഞാൻ പറയാം. G-Pass അല്ലെങ്കിൽ റോയൽ ഫുഡ് ഈ 2 സെഗ്മെന്റ് ഒരു ദിവസം പോലും ഒരു വീട്ടിൽ ഒരാൾ തൊടാത്ത ഒരു പ്രോഡക്റ്റ് ഉണ്ടാവില്ല.
100%. ഒരു വീട് ഓടണമെങ്കിൽ റോയൽ ഫുഡ് ചീപ്പാസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട് ഓടാം. അതാണ് ഞങ്ങളുടെ അവിടുത്തെ ദുബായിലൊക്കെ ഞങ്ങൾ പറയാറ് അങ്ങനെയാണ്. ഒരു വീട് ഓടണമെങ്കിൽ ചീപ്പാസ് റോയൽ ഫുഡ് വെച്ച് കഴിഞ്ഞാൽ എല്ലാമായി. അതുപോലെ തന്നെ ആ ഒരു ഡ്രീമിലാണ് ഞങ്ങൾ ഇവിടെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓരോരോ സെഗ്മെന്റ്സ് എങ്ങനെയൊക്കെ കൊണ്ടുവരാൻ പറ്റുക അതിനനുസരിച്ചിട്ട് ടച്ച് പോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കൺസ്യൂമറിന് നമ്മുടെ വീട്ടിൽ പോകണമെങ്കിൽ അവർക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ജീപ്പാസിനോ റോയൽ ഫുഡിനോ ഉണ്ടാവും. സോ ദാറ്റ് ഇസ് അനദർ പെനിട്രേറ്റ്. സെയിം റോയൽ ഫുഡിന് നമ്മളിപ്പോൾ ഈ പറഞ്ഞ 300 ആർട്ടിക്കിൾസിന്റെ ഒരു പ്രീമിയം ഒരു സെഗ്മെന്റ് ഉണ്ട്. നമ്മൾ അത് കുറച്ച് ആർട്ടിക്കിൾസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ടച്ച് ആൻഡ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറേ പേര് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും, കുറേ പേര് പ്ലാൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ റോയൽ ഫുഡ് എന്ന സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പറയുമ്പോൾ സൂപ്പർ മാർക്കറ്റ്സിനോ അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ്സിനോ മാത്രമുള്ള സെഗ്മെന്റ് ആണോ? അല്ല. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു എക്സ്പാൻഷൻ പ്ലാൻ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കടകളിലേക്ക് എക്സ്പാൻഷൻ പ്ലാൻ ഉണ്ടെങ്കിൽ സെഗ്മെന്റ് നിങ്ങൾക്ക് കൊണ്ടുവരാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ തവയിൽ മാത്രമായിരിക്കും നമുക്ക് ക്ലീനിങ് ഐറ്റംസ് ഉണ്ട്, പല പല ആർട്ടിക്കിൾസ് നമുക്കുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കടയുടെ ബിസിനസ് കൂട്ടണമെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ഈ കാറ്റഗറി നോക്കിയാൽ എന്താ ഒരു ചോദ്യം നമുക്ക് വേണമെങ്കിൽ ആവാം. അതിന് ബെസ്റ്റ് സൊല്യൂഷൻ ഇസ് ഗെറ്റിംഗ് ഇൻ ടു ഇങ്ങനത്തെ കാറ്റഗറി. അല്ലെങ്കിൽ ഒരു മിക്സിക്ക് ഒരു മിക്സി അല്ലേ എന്ന പർട്ടിക്കുലർ സാധനം ഓരോ മിക്സി ചോദിച്ചാൽ ഒരാൾക്ക് മിക്സി കൊടുക്കും. പക്ഷെ ആ മിക്സി ചോദിക്കുന്ന ആൾക്ക് വേണമെങ്കിൽ സാറേ ഇങ്ങനത്തെ കാറ്റഗറീസ് നമുക്കുണ്ട്. അത് തവയോ അല്ലെങ്കിൽ നമുക്ക് മറ്റേ 950 സെറ്റോ സോറി കുക്ക്വെയർ സെറ്റോ എന്തെങ്കിലും പറയാം. അപ്പോൾ ദാറ്റ് മീൻസ് ഒരു എക്സ്പാൻഷൻ നിങ്ങൾ പ്ലാൻ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി റോയൽ ഫുഡ് ഇസ് ദ ബെസ്റ്റ് സൊല്യൂഷൻ. സോ ദാറ്റ് നിങ്ങൾക്ക് വേൾഡ് ക്ലാസ് ക്വാളിറ്റി അഫോർഡബിൾ ആൻഡ് റേഞ്ച് നിങ്ങൾക്ക് കൺസ്യൂമറിന് ഓഫർ ചെയ്യാൻ പറ്റും. ഞാൻ കമ്പനി മിസ്റ്റർ നിതിൻ പറഞ്ഞ സോഫ്റ്റ് ലോഞ്ച് വെച്ചിട്ടേക്കാണ്. കഴിഞ്ഞ ആഴ്ചയാണ് നമ്മളൊരു പ്രസ് മീറ്റ് നടത്തിയിട്ട് നമ്മൾ പറഞ്ഞ നമ്മളിവിടെ ലോഞ്ച് ചെയ്യണം. പക്ഷെ ഇതിന് പുറമെ നമ്മൾ വി ഹാവ് ടു റീച്ച് ടു ദ കൺസ്യൂമർ അല്ലേ. അപ്പോൾ എല്ലാത്തിനും ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങൾക്കും നമ്മളൊരു ഫേസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഫേസിൽ നമ്മൾ എന്തൊക്കെ ചെയ്യും, അത് കഴിഞ്ഞ് അടുത്തത്തിലേക്ക് നമ്മൾ എന്തൊക്കെ ചെയ്യും. അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി ഒരു ലോ പ്രൊഫൈൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വാട്ട് ഇസ് ലോ പ്രൊഫൈൽ മാർക്കറ്റിംഗ്? ലോ പ്രൊഫൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ ആദ്യമേ കുറേ ബഹളം വെച്ചിട്ട് കുറേ നമ്മളിപ്പോൾ നിന്ന് ചെയ്യാൻ വേണ്ടി നമുക്ക് കേരളത്തിൽ ഒരു ടീമുണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യം ഞങ്ങളിൽ എത്തിക്കാനും ഞങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ അവരോട് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാനും ഞങ്ങൾക്കൊരു ടീമുണ്ട്. സോ ഐ വിൽ ഇൻവൈറ്റ് ടോം, ദ ബ്രാഞ്ച് മാനേജർ ആൻഡ് ഓഫ് കേരള, Tom and Ritesh is ASM of South Kerala. They will take this forward. ഇതെന്താ കാരണം വെച്ചാൽ ഇറ്റ്സ് എ 2-way സെഷൻ അല്ലേ. അപ്പൊ അതുകൊണ്ട് ഇവിടുന്ന് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങളുടെ ഉദ്ദേശം എന്താണ്, ഞങ്ങൾക്ക് എന്താ ഉദ്ദേശമുള്ളത്, നമ്മുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം വി കമ്മ്യൂണിക്കേറ്റ്. അതുപോലെ ചെറിയൊരു സന്തോഷം അങ്ങോട്ടും കൂടെ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു അവസരം ഞങ്ങൾ എടുക്കുകയാണ്. ഓക്കെ, അത് അവസരം എന്ന് പറയുമ്പോൾ ബിസിനസ്സാണ്, നമ്മളെല്ലാവരും ബിസിനസ് നടന്നിട്ടാണ്. അപ്പോൾ കുറച്ച് സന്തോഷം നിങ്ങൾക്ക്, കുറച്ച് സന്തോഷം ഞങ്ങൾക്ക് അല്ലേ. അങ്ങനെ തന്നെയല്ലേ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതിനായിട്ട് ഐ വിൽ ഹാൻഡ് ഇറ്റ് ഓവർ ടു ടോം. താങ്ക് യു സർ. നമ്മുടെ കമ്പനിയെക്കുറിച്ചും ബാക്കി ഞങ്ങളുടെ പ്രൊജക്റ്റിനെ കുറിച്ചും നമ്മളെങ്ങനെയാണ് മുന്നോട്ട് ഡ്രൈവ് ചെയ്യുന്നതിനെക്കുറിച്ചും എല്ലാം വളരെ ഡീറ്റെയിൽഡായിട്ട് 2 സാർമാർ മാർക്കറ്റിങ്ങുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമ്മളുടെ ഓണം സ്കീം ഐ തിങ്ക് നമ്മുടെ ടീംസ് ഡിസ്ട്രിബ്യൂഷനിലുള്ളവരാണെങ്കിലും സെയിൽസ് ഓഫീസേഴ്സ് ആയാലും ASMസിനായിട്ട് വന്നിട്ടായാലും നമ്മുടെ ഓണത്തിൻ്റെ സ്കീംസ് ഓൾറെഡി നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 1 മന്തായിട്ട് ഞങ്ങൾ ഓണം സ്കീംസ് തന്നെയാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെയുള്ള നമ്മുടെ പീരീഡിലുള്ള എടുക്കുന്ന എല്ലാ പർച്ചേസും നമ്മുടെ ഓണം ടൈപ്സ് മാർക്കറ്റിലുണ്ട്. അതുകൂടാതെ ഇന്ന് നിങ്ങളിവിടെ വന്നതിൻ്റെ ഒരു സന്തോഷത്തിന് ഞങ്ങൾ ആ സ്കീംസ് കൂടാതെ തന്നെ ഇന്ന് നമ്മൾ ഇവിടെ ബുക്ക് ചെയ്യുന്ന അത്രയും പ്രൊഡക്ട്സ്, അതായത് ഏറ്റവും മിനിമം 50,000 ആണ്, മാക്സിമം സ്ലാബ് വരുമ്പോൾ 5 lakhs ആണ്. ഇത്രയും പ്രൊഡക്ട്സ് ബുക്ക് ചെയ്യുന്നതിന് 50,000 സ്ലാബിൽ ഒരു നമ്മുടെ റീചാർജബിൾ ഫാൻ, അതിൻ്റെ കൂട്ടത്തിലൊരു ഗിഫ്റ്റ് ഉണ്ട്. പിന്നെ സെക്കൻഡ് സ്ലാബ് വരുന്നത് 1 lakh ആണ്. അതിൽ നമ്മുടെ ഇപ്പോൾ ഏറ്റവും ഫാസ്റ്റ് മൂവിങ് ആയിട്ട് സെയിലുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇൻഫ്രാറെഡ് കുക്കർ. അത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1 നമ്പർ ഇൻഫ്രാറെഡ് കുക്കർ ഫ്രീ ഉണ്ട്. പിന്നെ അടുത്ത സ്ലാബ് വരുന്നത് 2 lakhs ആണ്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 3 ഇൻഫ്രാറെഡ് കുക്കറാണ് വരുന്നത്. 4th സ്ലാബ് വരുന്നത് 5 lakhs ആണ്. അതിൽ എയർ ഫ്രയർ എന്താ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന
9 നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഈ വരുന്ന 31st വരുന്ന ബില്ലിങ്ങുകൾക്കാണ് ഈ സ്കീം നമ്മൾ ആപ്ലിക്കബിളായിട്ട് വന്നേക്കുന്നത്. നമ്മുടെ ഓണം തയ്യപ്പിൻ്റെ എല്ലാ സ്കീംസും അതിനകത്ത് അവൈലബിൾ ആണ്. അത് കൂടാതെയാണ് ഇന്നത്തെ ഈ ഒരു സ്പോട്ട് ബുക്കിംഗ് കൂടെ വരുന്നത്. ഇപ്പം നമ്മുടെ ടീമിലെ ആൾക്കാർ അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവർ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. Thanks Tom and Ritesh, thank you very much. ഇത് again ഞാൻ പറഞ്ഞ പോലെ ഇതൊരു എക്സ്റ്റൻഷൻ ഓഫ് എ റിലേഷൻഷിപ്പ് ആണ്. നിങ്ങൾ വി ഓൾസോ യു ഓൾസോ എന്നൊരു ഫീലിംഗിൽ നമുക്കിത് എങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ ടീംസ്, നമ്മുടെ ടീം മെമ്പേഴ്സൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരും, നിങ്ങളോട് സംസാരിക്കും. നമുക്ക് പറ്റാവുന്ന പോലെയുള്ള ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു മീറ്റിങ്ങിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഇന്നത്തെ മീറ്റിങ്ങിൽ നിങ്ങളെല്ലാവരും വന്നിട്ട് നാളത്തെ മീറ്റിങ്ങിൽ കുറച്ചും കൂടി കൂടുതൽ ആൾക്കാരാവണം, അതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം. അപ്പോൾ താങ്ക് യു എവരി വൺ ഫോർ കമ്മിങ് ഹിയർ. ഓക്കെ, ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് ഇത്രയും സക്സസ്ഫുൾ ആക്കാൻ പറ്റിയ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഓക്കെ, ഇതിൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും ഇവിടെയുണ്ട്. പ്ലീസ് യു ക്യാൻ ടേക്ക് ടൈം. നമ്മൾ വി ആർ അവൈലബിൾ. ഞങ്ങളടുത്ത് സംസാരിക്കാം. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടുതൽ ഐഡിയാസ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കാം, നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാം, ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, അതാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് വേണ്ടത്. അത്ര അഡ്വൈസും കാര്യങ്ങൾ നിങ്ങൾ പ്ലീസ്, ബിക്കോസ് ഞങ്ങളെക്കാട്ടും എത്രയോ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് നിങ്ങൾ. ഞങ്ങളടുത്ത് പറയാം, ദിസ് ഇസ് വാട്ട്, ഇതിങ്ങനെ ചെയ്താൽ മതി, ഇതിങ്ങനെ ചെയ്യേണ്ട, ഈ പ്രോഡക്റ്റ് ആയിരിക്കും നല്ലത്, ഈ പ്രോഡക്റ്റ് കൂടുതൽ ഫോക്കസ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിസ്കഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞങ്ങളെല്ലാവരും ഇവിടെ അവൈലബിൾ ആണ്. പ്ലീസ് ടേക്ക് ടൈം, ബി ഫ്രീ, കം ടു us or we will come to you, we will discuss everything. So thank you very much everybody. Listen. Okay, with that I think the formal event actions കഴിഞ്ഞു. Okay, we are free, but before that ഞാനൊന്ന് നിങ്ങളെ ഓണത്തിൻ്റെ ഇടയിലൊന്നും കൊണ്ടുപോയിക്കോട്ടെ, വിത്ത് യുവർ പെർമിഷൻ. ഞാൻ ഓണം ഫ്ലേവർ ഒന്ന് ഡെവലപ്പ് ചെയ്യണം. ആയില്ലേ, ആയില്ലേ? അപ്പോൾ ബിസിനസ്സിൽ ഓണമായോ? കച്ചവടത്തിൽ തുടങ്ങി ഓണം ഇല്ലല്ലോ? ഓക്കെ, അപ്പോൾ തുടങ്ങട്ടെ. ഐശ്വര്യമായിട്ട് നമുക്ക് ഈ കർക്കിടമാസം, പണ്ടൊക്കെ കർക്കിടമാസം കച്ചവടം ഇല്ലാന്ന് പറയാറുണ്ട്, പക്ഷെ ഇപ്പം ചെയ്യുന്ന പലതും നടക്കുന്നുണ്ട്, പലതും. സോ ഈ ഒരു ആഡിലൂടെ ഞാനൊരു ചെറിയൊരു ഫ്ലേവർ, ഓണം ഫ്ലേവർ തുടങ്ങാൻ ഉദ്ദേശിക്കുകയാണ്. നിങ്ങളൊപ്പം ഞങ്ങളും ഈ ഓണത്തിന് തുടക്കം വെക്കട്ടെ. Okay, so thank you everyone. Enjoy the evening. We are all here. Any suggestions, any advices, please come to us. Thank you very much. Over to you. ഓണം പറഞ്ഞാൽ സദ്യയാണ് എനിക്ക് ഈ ഓണം ഗംഭീരമാക്കാൻ ജീപ്പാസും റോയൽ ഇപ്പോൾ കേരളത്തിൽ. അപ്പോൾ ഓണത്തിന് മുന്നോടിയായിട്ട് തന്നെ ഒരു ഓണം ഫ്ലേവർ നമുക്ക് നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ വേണം ഈ ഓണം തകർപ്പൻ ഓണമാക്കാൻ വേണ്ടിയിട്ട് ലോകത്തിലെ നിലവാരമുള്ള ഒരുപാട് നല്ല പ്രോഡക്ട്സ് ഇതാ ജിപ്പാസും റോയൽ ഫോർഡും ചേർന്ന് ഈ കേരളക്കരയെ ഇടയ്ക്ക് മറിക്കാൻ വേണ്ടി എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓണം ഉഷാറാണല്ലേ? ആണോ? ഉഷാറാണോ? ഉഷാറായിട്ട് കാണുന്നത് കുറച്ച് ഭക്ഷണമൊക്കെ ചെല്ലുന്നല്ലേ? എനിവേ നമ്മുടെ ഫുഡ് കൗണ്ടേഴ്സ് അല്പസമയത്തിന് തന്നെ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്കുള്ള ഡിന്നർ ഒരുക്കിയിട്ടുണ്ട്. യു ക്യാൻ എൻജോയ് ദി ഡിന്നർ ഇൻ ദ ഷോപ്പ് വെൽ ആൻഡ് പ്രോഡക്റ്റ് ഡിസ്പ്ലേ കൗണ്ടേഴ്സ് ഇസ് സ്റ്റിൽ ഓപ്പൺ. ശ്രീജിത് സർ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ഞങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട സജഷൻസ് എങ്ങനെ നിങ്ങൾക്ക് കേരളത്തിലെ പ്രിയപ്പെട്ട ഇലക്ട്രോണിക്സ് ബ്രാൻഡായി മാറാൻ സാധിക്കും എന്നുള്ള നിങ്ങളുടെ സജഷൻസ് ഇംപ്രൂവ്മെന്റ്സും ഒക്കെ മോസ്റ്റ് വെൽക്കം ഞങ്ങളോട് ഷെയർ ചെയ്യുക. ആൻഡ് ഇന്നത്തെ ഈവനിങ് ജിപാസിനൊപ്പം റോയൽ ഫോർഡിനൊപ്പം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി അഡ്വാൻസ് ഓണം വിഷസ് ഫ്രം റോയൽ ഫോർഡ് ആൻഡ് ജിപാസ്. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു. നമ്മുടെ സ്പോട്ട് ബുക്കിങ്ങിനെ പറ്റി മറക്കേണ്ട, നമ്മുടെ റെപ്രസെന്റേറ്റീവ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. സ്പോട്ട് ബുക്കിങ്ങിന് നല്ല കിടിലൻ
കിടിലൻ ഗിഫ്റ്റ്സ് ഓഫേഴ്സ് ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. ആ ഒരു ഓപ്പർച്യൂണിറ്റി വളരെ മിസ്സാക്കരുത്. സോ എല്ലാവർക്കും ഒരു അടിപൊളി ഓണം കച്ചവടം നേരുന്നു. G-Passനൊപ്പം ഗോൾഫോണിനൊപ്പം ഓണം അടിച്ചു പൊളിക്കുക. നല്ല 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 കൺസ്യൂമേഴ്സ്, നല്ല കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം ആശംസിച്ചുകൊണ്ട് advance all wishes from G-Pass and Golf. This is Natasha signing off on behalf of both the brands. Shubharatri everyone. Thank you. ഈ ഓണം ഗംഭീരമാക്കാൻ G-Pass മൊബൈൽ ഫോൺ ഇപ്പോൾ കേരളത്തിൽ. നമ്മൾ എല്ലാവരും കാണണ്ടേ അങ്ങോട്ട്. വാ വാ.